ഇതുവരെ ഞാൻ വിഷ്ണു സഹസ്രനാമ ശ്ലോകമാണ് പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. ഇനി നിങ്ങൾക്ക് ഞാൻ ഈ നാമങ്ങൾ പറഞ്ഞു തരാം. നാമങ്ങൾ കൂടി ചേരുന്നതാണ് ശ്ലോകം. അപ്പോൾ ഈ നാമങ്ങളും കൂടി പഠിച്ചിരിക്കണം. അപ്പോൾ ഈ നാമം എങ്ങനെയാണ് തുടങ്ങുന്നതെന്നുള്ളത് 100 നാമം ആദ്യം ഞാൻ പറഞ്ഞു തരാം. അതിനുശേഷം അടുത്തത് പറയാം. ഈ നാമം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഓം വിസ്മയി നമഃ, ഓം വിഷ്ണവേ നമഃ, ഓം വഷട്കാരായ നമഃ, ഓം ഭൂതഭവ്യ പ്രഭവേ നമഃ, ഓം ഭൂതകൃതേ നമഃ, ഓം ഭൂതഭൃതേ നമഃ, ഓം ഭാവായ നമഃ, ഓം ഭൂതാത്മനേ നമഃ, ഓം ഭൂതഭാവനായ നമഃ, ഓം ഭൂതാത്മനേ നമഃ, ഓം പരമാത്മനേ നമഃ, ഓം മുക്താനാം പരമായ ഗതയേ നമഃ, ഓം അവ്യയായ നമഃ, ഓം പുരുഷായ നമഃ, ഓം സാക്ഷിണേ നമഃ, ഓം ക്ഷേത്രജ്ഞായ നമഃ, ഓം അക്ഷരായ നമഃ, ഓം യോഗായ നമഃ, ഓം യോഗവിദാതം നേത്രേ നമഃ, ഓം പ്രധാന പുരുഷേശ്വരായ നമഃ, ഓം നാരസിംഹവപുഷേ നമഃ, ഓം ശ്രീമതേ നമഃ, ഓം കേശവായ നമഃ, ഓം പുരുഷോത്തമായ നമഃ, ഓം സർവസ്മയേ നമഃ, ഓം ശർവായ നമഃ, ഓം ശിവായ നമഃ, ഓം സ്ഥാണവേ നമഃ, ഓം ഭൂതദയേ നമഃ, ഓം നിധയേ അവ്യായ നമഃ, ഓം സംഭവായ നമഃ, ഓം ഭാവനായ നമഃ, ഓം ഭദ്ര നമഃ, ഓം പ്രഭവായ നമഃ, ഓം പ്രഭവേ നമഃ, ഓം ഈശ്വരായ നമഃ, ഓം സ്വയംഭൂവേ നമഃ, ഓം ശംഭവേ നമഃ, ഓം ആദിത്യായ നമഃ, ഓം പുഷ്കരാക്ഷായ നമഃ, ഓം മഹാസ്വനായ നമഃ, ഓം അനാദിനിധനായ നമഃ, ഓം ധാത്രേ നമഃ, ഓം വിധാത്രേ നമഃ, ഓം ധാതരുത്തമായ നമഃ, ഓം അപ്രമേയ നമഃ, ഓം ഋഷികേശായ നമഃ, ഓം പത്മനാഭായ നമഃ, ഓം അമരപ്രഭവേ നമഃ, ഓം വിശ്വകർമ്മണേ നമഃ, ഓം മനവേ നമഃ, ഓം തൃഷ്ട്രേ നമഃ, ഓം സ്തവിഷ്ടായ നമഃ, ഓം സ്തവിരായ നമഃ, ഓം സ്തവിരായ ധ്രുവായ നമഃ, ഓം അഗ്രഹ്യായ നമഃ, ഓം ശാശ്വതായ നമഃ, ഓം കൃഷ്ണായ നമഃ, ഓം ലോഹിതാക്ഷായ നമഃ, ഓം പ്രദർധനായ നമഃ, ഓം പ്രബുദ്ധായ നമഃ, ഓം ത്രികുപ്താംനേ നമഃ, ഓം പവിത്രായ നമഃ, ഓം മംഗളായ പരസ്മൈ നമഃ, ഓം ഈശ്വരനായ നമഃ, ഓം ഈശാനായ നമഃ, ഓം പ്രാണദായ നമഃ, ഓം പ്രാണായ നമഃ, ഓം ജ്യേഷ്ഠായ നമഃ, ഓം ശ്രേഷ്ഠായ നമഃ, ഓം പ്രജാപതായ നമഃ, ഓം ഹിരണ്യഗർഭായ നമഃ, ഓം ഭൂഗർഭായ നമഃ, ഓം മാധവായ നമഃ, ഓം മധുസൂദനായ നമഃ, ഓം ഈശ്വരായ നമഃ, ഓം വിക്രമിണേ നമഃ, ഓം ധന്യനേ നമഃ, ഓം മേധാവിനേ നമഃ, ഓം വിക്രമായ നമഃ, ഓം ക്രമായ നമഃ, അനുത്തമായ നമഃ, ഓം ദുരാദർശായ നമഃ, ഓം കൃതജ്ഞായ നമഃ, ഓം കൃതയേ നമഃ, ഓം ആത്മാവതേ നമഃ, ഓം സുരേശായ നമഃ, ഓം ശരണായ നമഃ, ഓം ശർമ്മണേ നമഃ, ഓം വിശ്വരേതസേ നമഃ, ഓം പ്രജാഭവായ നമഃ, ഓം അഹ്നേ നമഃ, ഓം സംവത്സരായ നമഃ, ഓം വ്യാലായ നമഃ, ഓം പ്രത്യായ നമഃ, ഓം സർവദർശനായ നമഃ, ഓം അജായ നമഃ, ഓം സർവേശ്വരായ നമഃ, ഓം സിദ്ധായ നമഃ, ഓം സിദ്ധയേ നമഃ, ഓം സർവദായേ നമഃ, ഓം അച്യുതായ നമഃ. ഈ നാമങ്ങൾ ഇത്രയാണ് നമ്മൾ 100 പറഞ്ഞു തന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ പഠിക്കാൻ നോക്കുക. കാരണം തെറ്റാതെ നമ്മളിത് ഉച്ചരിക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട്. കുറേ പഠിച്ചാലേ നമുക്കിത് മനസ്സിലാവുള്ളൂ. ഇത് പഠിക്കുക, നിങ്ങൾ മാനസികമായിട്ട് ഉയരുക. നമുക്ക് എല്ലാ നിലയിലും ഉയർച്ചയിലെത്താൻ എപ്പോഴും നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ് ഈ വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം. ഇതൊക്കെ നമ്മൾ ഒരു അനുഷ്ഠാനമായി കൊണ്ട് നടക്കുക, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക. അപ്പോൾ നമുക്ക് എല്ലാ രീതിയിലുള്ള ഉയർച്ചയും ഉണ്ടാകും. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ബൈ.